മകളെ, ധൈര്യമായിരിക്കൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വിശുദ്ധ മത്തായി 9:22. 12 വർഷം രക്തസ്രാവ രോഗം മൂലം കഷ്ടപ്പെട്ട ഒരു സ്ത്രീയോടാണ് യേശു പറഞ്ഞത്. അവൾ ജനക്കൂട്ടത്തിനിടയിൽ കൂടി വന്ന് അവിടുത്തെ വസ്ത്രത്തിൻ്റെ അറ്റം തൊട്ടാൽ മാത്രം മതി എനിക്ക് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിച്ചു. ഈ വചനത്തിൽ 3 വലിയ സന്ദേശങ്ങളുണ്ട്. മകളെ, യേശു അവളെ ഒരു രോഗിയായി മാത്രമല്ല തൻ്റെ പ്രിയപ്പെട്ട മകളായി വിളിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ നീയും വിലപ്പെട്ടവളാണ്. ധൈര്യമായിരിക്കൂ. ഭയവും നിരാശയും നിറഞ്ഞ ജീവിതത്തിലേക്ക് യേശു പ്രത്യാശയുടെ വാക്ക് സംസാരിക്കുന്നു. ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അത്ഭുതം സംഭവിച്ചത് ജനക്കൂട്ടമോ സാഹചര്യങ്ങളോ അല്ല, ദൈവത്തിൽ അവൾ വെച്ച വിശ്വാസമാണ്. വിശ്വാസം ദൈവത്തിൻ്റെ ശക്തിയുമായി നമ്മെ ബന്ധിപ്പിക്കുന്നു. നീ എത്ര കാലമായി ഒരു അത്ഭുതത്തിനായി കാത്തിരിക്കുകയാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടെ വരിക. അവിടുന്ന് ഇന്നും പറയുന്നു, മകനെ, മകളെ, ധൈര്യമായിരിക്കൂ, ഞാൻ നിന്നെ മറന്നിട്ടില്ല. നിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും ഞാൻ കാണുന്നു. കർത്താവായ യേശുവേ, രക്തസ്രാവമുള്ള സ്ത്രീയെ അങ്ങ് കണ്ടതുപോലെ ഇന്ന് ഞങ്ങളെയും കാണണമേ. ഞങ്ങളുടെ ഭയങ്ങളെ വിശ്വാസമാക്കുകയും നിരാശയെ പ്രത്യാശയാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹസ്പർശം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.